ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട്, അതായത് ഈ ബ്രേക്കപ്പ് അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് ലെസ് കോണ്ടാക്റ്റ്, നോ കോണ്ടാക്റ്റ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകളുടെ എനർജിയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അത്തരം ആളുകളുടെ എനർജി വെച്ചിട്ടുള്ള ഒരു റീഡിങ്ങാണ് നമ്മളെടുക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ നോ കോണ്ടാക്റ്റിലേക്ക് വരാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ബ്രേക്കപ്പിലേക്ക് വരാൻ കാരണം, ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കണം. മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. അതുപോലെ തന്നെ ടൈംലെസ് ആണ്. ഓക്കെ, അപ്പം നമുക്കത് നമ്മുടെ അടുത്ത് കാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എന്തിനാണ് ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ 2 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. വളരെ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു, നിങ്ങൾ തമ്മിൽ വളരെയധികം വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും അല്ല നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളുമോ അവിടെ നടന്നിരുന്നു എന്നാണ് കാണിക്കുന്നത്. അത് രണ്ടുപേർക്കും വളരെ ഓവർ ബർഡൻഡ് ആയിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ വ്യക്തിക്ക് കൂടുതലായിട്ട് അതനുഭവപ്പെട്ടിട്ടുണ്ട്. വളരെ ഓവർ സ്ട്രഗ്ലിംഗ് ആയിരുന്നു, അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ഒരു ബട്ടൺ ആയിട്ട് മാറിയിരിക്കുന്നു. കാരണം നിങ്ങളെപ്പോഴും വാക്ക് തർക്കങ്ങളിൽ പെടുകയും അവിശ്വാസം അവിടെ വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. എന്നാലും അവിടെ സെവൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. തോട്ട്ഫുൾ ആൻഡ് പ്രോഗ്രസീവ് ലവ്, വളരെ ചിന്തിച്ചിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ടുപോകണമെന്നും, അത് നിങ്ങൾ എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ കാര്യമാക്കാതെ അതിനെ കുറച്ചുകൂടി ഒന്ന് പ്രോഗ്രസീവാക്കി കൊണ്ടുപോകണം എന്നും നിങ്ങൾ ശ്രമിച്ചിരുന്നു. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും അത് ആഗ്രഹിച്ചിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അതായത് ഒരു ചതി എനിക്ക് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നി, അല്ലെങ്കിൽ എന്നെ ചതിക്കുകയായിരുന്നു, അല്ലെങ്കിൽ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചിന്തകൾ, അല്ലെങ്കിൽ അതേമാതിരിയുള്ള വേദനകൾ നിങ്ങളെ വല്ലാതെ അലട്ടി അത് ഒരു ബ്രേക്ക് ഡൗണിലേക്ക് പോയി എന്ന് കാണിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാകുക മാത്രമല്ല, സംശയം വന്നു. നമ്മളുടെ മനസ്സിൽ ആ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ തൊട്ടതെല്ലാം തന്നെ അതൊരു കുറ്റമായിട്ടാണ് അവിടെ മാറുന്നത് എന്നാണ് കാണിക്കുന്നത്. നോക്കട്ടെ, ഇനി നിങ്ങളുടെ എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് വരാൻ കാരണം എന്ന് നോക്കാം നമുക്ക്. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഫ്ലർട്ടി ആൻഡ് ഓപ്പൺ മൈൻഡഡ് ലവ് എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ചെറിയ പ്രശ്നം, ചെറുതല്ല, നല്ല രീതിയിൽ തന്നെ അതിവിടെ വന്നിട്ടുണ്ട്. അത് ഒരു ചാലഞ്ചിങ് ആൻഡ് കാർമിക് ആയിട്ടുള്ള ലവ് ആണ് എന്ന് വ്യക്തി പിന്നീട് അത് മനസ്സിലാക്കിയിരിക്കുന്നു. അവിടെയും അൺഫെയ്ത്ത്ഫുൾ ആൻഡ് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെയായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. 5 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അതായത് കെട്ടിവെക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും തേർഡ് പാർട്ടി പറയുന്നതിനപ്പുറത്തേക്ക് നിൽക്കാൻ സാധിക്കില്ല എന്ന അവസ്ഥ. തേർഡ് പാർട്ടി പറയുകയാണ് ഇന്നത്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ മതി, അതാണ് വേണ്ടത്, നമുക്കിങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് പോയിക്കൊള്ളണം എന്ന് വെച്ചാൽ ഭയങ്കര കൺട്രോളിങ് പവറായിരുന്നു ഈ തേർഡ് പാർട്ടിക്ക് എന്ന് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി കൺട്രോളിങ്ങിലാണ് നിർത്തിയിരുന്നത് ഈ വ്യക്തിയെ. അവിടെ ഒരു കെട്ടിവെച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ കെട്ടിവെക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം. മെൻ്റലി ആൻഡ് ഫിസിക്കലി എപ്പോഴും ഇങ്ങനെ നമ്മളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ അവസരങ്ങളിലും നമ്മൾക്ക് സ്വസ്ഥത തരാത്ത രീതിയിൽ എല്ലാ വിഷയങ്ങളിലും കടന്നു കയറുക. ആ കടന്നു കയറി അതിൻ്റെ തീരുമാനം, അതിപ്പോൾ സാമ്പത്തികമാണെങ്കിലും ശരി, ഇനി ലൈഫാണെങ്കിലും, ഏത് കാര്യത്തിലാണെങ്കിലും ശരി, ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാലും തേർഡ് പാർട്ടിയുടെ സ്വാധീനം അവിടെ വളരെ നല്ല രീതിയിൽ തന്നെ വന്നിരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഡൗൺ, ഇവിടെ ഇപ്പം സിംഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം, ഇനി എക്സ്ട്രാ മാരേജിലാണെങ്കിൽ അതങ്ങനെയാകാം. നിങ്ങൾക്ക് എങ്ങനെ വേണമാണോ അത് നിങ്ങൾ എടുക്കണം. ഇത് നമ്മളത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ചോദിച്ചത്. അന്നേരം തേർഡ് പാർട്ടി തന്നെയാണ്. അപ്പോൾ ഇത് ഈ രണ്ടിൻ്റെയും ഇടയിൽ കിടന്ന് ഈ വ്യക്തി വളരെയധികം വിഷമിച്ചിരുന്നു എന്ന് കാണിക്കുന്നു.
ഇപ്പോൾ രണ്ടിൻ്റെയും ഇടയിൽ കടന്ന് വിഷമിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളോട് നീതി പുലർത്താൻ കഴിയുന്നില്ല, തേർഡ് പാർട്ടിയോടും നീതി പുലർത്താൻ കഴിയുന്നില്ല. തേർഡ് പാർട്ടിയോട് ഒട്ടും കഴിയില്ല. കാരണം തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു പിന്നെ വ്യക്തി ഈ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പിന്നെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബന്ധം ആയിരുന്നു അത് എന്നാണ് കാണിക്കുന്നത്. ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് ഉപയോഗിക്കുക എന്ന് പറയില്ലേ, ആ രീതിയിലുള്ള ഒരു ബന്ധമായിരുന്നു അത്. ആദ്യകാലങ്ങളിൽ ഈ ഫ്ലട്ടി ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു, ഫ്ലട്ടി ആയിരുന്നു, ആ രീതിയിലുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളും കൊടുത്തപ്പോൾ ഒരിക്കലും ഇയാൾ വ്യക്തി വിചാരിച്ചില്ല പിന്നെ ഇങ്ങനെ ചതിക്കാനോ അല്ലെങ്കിൽ എന്നെ ഈ രീതിയിൽ ബ്ലെയിം ചെയ്ത് നിർത്താനോ ഒന്നുമല്ല ആണ് എന്ന് ഈ വ്യക്തി പിന്നെ ധരിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരിക്കലും പോലും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ അവസ്ഥ പിന്നെ അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുമായിട്ട് പിന്നെ ഒട്ടും കാരണം വെച്ചാൽ ആ ഒരു എന്താ പറയുക സ്നേഹം, സത്യം, അതൊക്കെ ഉണ്ടല്ലോ, ആ ധർമ്മം, അതൊന്നും അവിടെ ഇല്ലാതെ വന്നു. അപ്പം നിങ്ങളോടത് നീതി പുലർത്താൻ കഴിഞ്ഞില്ല. അത് ഈ വ്യക്തിയെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അത് വേദനിപ്പിച്ചു. കാരണം വെച്ചാൽ നമുക്ക് എന്തൊക്കെ പിന്നെ കാര്യസാധ്യത്തിനായാലും ശരി, താൽക്കാലിക കാര്യങ്ങൾ നടത്തിയെടുക്കുവാനാണെങ്കിലും ശരി, കുറച്ച് കാലമേ അതൊക്കെ നിലനിൽക്കുള്ളൂ എന്നാണ് നമുക്കിവിടെ പിന്നെ കാണാൻ കഴിയുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ പേജ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഡയറിങ് ആൻഡ് കരിസ്മാറ്റിക് ആയിട്ടുള്ള പിന്നെ വളരെ ചാമിങ് ആയിട്ടുള്ള വളരെ സ്നേഹത്തോടു കൂടിയ ആ ഒരു സ്നേഹം ഇയാൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളോടാണെങ്കിലും ശരി, ആ ഒരു സ്നേഹം തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നത്. അവിടെ പിന്നെ വഴക്കുണ്ടാക്കാനോ അല്ലെ അങ്ങനെയുള്ള ഒരു ഇതല്ല പറ്റിയ ഒരു പിന്നെ ജീവിതത്തിൽ ഈ വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ അടിയുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള പിന്നെ കാര്യം മുഴുവൻ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും എനിക്ക് ജീവിക്കണമെന്ന് ഞാൻ ധരിച്ചത് കൊണ്ട് മാത്രമായില്ല അല്ലേ, നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ ഒരു കുഴപ്പം കൂടെ ഈ ഒരു വിഷയത്തിൽ വരും എന്ന് തന്നെയാണ്. ഇവിടെ ഹോൾ ഹേർട്ടഡ് ആയിട്ടുള്ള ഫിയർലെസ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ് ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നത് എന്നാണ് കാണിക്കുന്നത്. ഹൃദയം തുറന്ന് സ്നേഹിക്കണം എന്നുള്ളതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടക്കി പിടിച്ചൊക്കെ പിന്നെ കെട്ടിയിട്ടും പിന്നെ ഏത് സമയവും സമാധാനവും സ്വസ്ഥതയും കൊടുക്കാത്തൊരു ജീവിതമല്ല ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നത് എന്നാണ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്നേഹം ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി, ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള സ്നേഹവും കാര്യങ്ങളും, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റിസേർവ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്നേഹം കാര്യങ്ങൾ ഒക്കെ ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. വീണ്ടും നമുക്ക് ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം വളരെ കൂടുതലായിരുന്നു. അപ്പുറത്ത് വന്നിരിക്കുന്നത് ഫ്ലട്ടി ആയിട്ടുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ അതൊരു പിന്നെ മാനിപ്പുലേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാർമിക് ലവ് ആണ് എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ നിങ്ങളെക്കുറിച്ച് വളരെയധികം ശരിയാണ്, ഞാൻ എൻ്റെ ഭാഗത്ത് വന്ന തെറ്റുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തി ഈ വ്യക്തിയോട് വളരെയധികം മോശമായിട്ട് പെരുമാറേണ്ടി വന്നിട്ടുള്ളത്, അത് സ്നേഹക്കൂടുതൽ കൊണ്ടാണ് എന്ന് വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് പുറത്ത് കാണിക്കുന്നില്ല. നിങ്ങളോട് പിന്നെ ഇതുവരെ വിളിച്ചിട്ടുണ്ടാവില്ല, ഒരു പക്ഷേ നിങ്ങളെ വിളിച്ചിട്ട് നല്ല രീതിയിൽ നമ്മുടെ ബന്ധം കൊണ്ടുപോകണമെന്ന് ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അതിൻ്റെ ഒരു മാനസികാവസ്ഥയിലല്ല നിങ്ങളുടെ വ്യക്തി എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ പിന്നെ മനസ്സിൽ ഈ ഫീലിങ്സും ഈ പിന്നെ കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും, ഇമോഷൻസൊക്കെ ഉണ്ട്, നിങ്ങളോട് നല്ല ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും അത് പ്രകടിപ്പിക്കുവാൻ ഈ വ്യക്തിക്ക് കഴിയുന്നില്ല എന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം അത് കുറ്റബോധമായിരിക്കാം, ചിലപ്പോൾ കുറ്റബോധം കൊണ്ടും ആകാം. കാരണം എങ്ങനെയാണ് പിന്നെ വീണ്ടും ഇനി ഒരിക്കൽ കൂടി അങ്ങനെ പോവുക, അല്ലെങ്കിൽ ഇനി ചെല്ലുക, അല്ലെങ്കിൽ എന്താണ് ഞാൻ പറയേണ്ടത് ഒക്കെയുള്ള ചിന്തകളായിരിക്കാം കേട്ടോ. വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോഴും. കാരണം നിങ്ങളിൽ നിന്ന് അങ്ങനെ വിട്ടുപോകാൻ കഴിയില്ല ഈ വ്യക്തിക്ക്. കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പിന്നെ അങ്ങനെയാണ്, അത് നമുക്ക് നോക്കിയിട്ട് പറഞ്ഞുതരാം. ദ ബീറ്റ് ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഇവിടെ ഫോർച്യൂണേറ്റ് ആൻഡ് എക്സൈറ്റിംഗ് ലവ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കി നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ കാർമിക് സൈക്കിൾ വന്നിട്ടുണ്ട് നല്ലപോലെ. അപ്പോൾ ആ കാർമിക് സൈക്കിൾ ഒന്ന് എൻ്റെ ആയിട്ട് ഇത് വീണ്ടും ഒരു പുതിയ തുടക്കം വരുമെന്ന് കാണിക്കുന്നുണ്ട്. ഡെത്ത് വന്നിട്ടുണ്ട്. മിസറബിൾ ചേഞ്ച് ആൻഡ് എൻഡിങ്സ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ മാറിയിട്ട് പിന്നെ ഒരു പുതിയ തുടക്കം വരും എന്നാണ്. അപ്പോൾ കാർമിക് ആ ഒരു പിന്നെ സൈക്കിൾ എൻ്റെ ആകുന്നു. അപ്പോൾ പാസ്റ്റ് ലൈഫിലുള്ള ബന്ധം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്.
പിന്നെ 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ഇമോഷണൽ ഡിസിഷൻ എടുക്കുക, യൂണിയൻ ആവുക എന്നൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിച്ച് ചേരണമെന്നും ഒരുമിച്ചൊരു ജീവിതം കൊണ്ടുപോകണമെന്നൊക്കെ ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് വീണ്ടും വീണ്ടും കാണിക്കുന്നത്. പിന്നെ കാർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ പാസ്റ്റ് ലൈഫിലുള്ള ബന്ധം, ഡീപ്പ് ലവ് ആണ് കാണിക്കുന്നത്. മറ്റേത് നമ്മൾ ഫ്ലട്ടി ആണെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ നമ്മളെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ബന്ധം അതൊരു ഫ്ലട്ടി ആയിട്ടുള്ള ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ബന്ധമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം അങ്ങനെയല്ല. അതൊരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത് പാസ്റ്റ് ലൈഫിലുള്ളൊരു ബന്ധമാണ്. എങ്കിൽ സോൾമേറ്റ് അതേമാതിരിയുള്ള ചില ബന്ധങ്ങളുണ്ട്. ആ രീതിയിലുള്ള ബന്ധമാണ് എന്നാണ് കാണിക്കുന്നത്. ഇതൊരു പ്രൊപ്പോസലിൻ്റെ കാർഡും കൂടിയാണ്. ഇവിടെ നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ വേൾഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പിന്നെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവും. ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പിലിരിക്കുന്നവരായിരിക്കാം, ഒരുപക്ഷെ സെപ്പറേഷനിലിരിക്കുന്നവരായിരിക്കാം. അത് പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്താണോ അതിനനുസരിച്ച് എടുക്കണം. എന്തു തന്നെയാണെങ്കിലും ശരി, വീണ്ടും ഇവിടെ റീയൂണിയൻ വരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചിട്ട് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് കൂടണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്ന. സണ്ണ് വന്നിട്ടുണ്ട്. ലോങ് ടൈം ആൻഡ് ഹാർമണിയസ് ലവ് എന്നാണ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലിസ്ഫുൾ ആൻഡ് അക്കംപ്ലിഷ്ഡ് ലവ് 4 ഓഫ് വൈൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പിന്നെ മാരേജ് കാർഡാണ്. പ്രൊപ്പോസൽ വരിക, അല്ലെങ്കിൽ സിംഗിളൊക്കെ ആണെങ്കിൽ ആ പ്രൊപ്പോസൽ വരിക, തിരിച്ചു വരിക എന്നുള്ളതാണ്. തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ വലിയ കുറച്ചൊക്കെ ഈഗോ ഒക്കെ കാണിച്ചിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഈഗോ പിന്നെ ആദ്യകാലങ്ങളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ചെറിയ സൗന്ദര്യപ്പടക്കങ്ങളും, ഇപ്പോൾ സൗന്ദര്യപ്പടക്കങ്ങൾ എന്നതിനെ ചെറുതായിട്ട് കാണാൻ പറ്റില്ല, അത്രയ്ക്കും നല്ല ഡീപ്പായിട്ട് തന്നെയാണ് പിന്നെ മുറിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് വളരെയധികം പിന്നെ ഈഗോ വെച്ച് പുലർത്തിയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ആ ഈഗോ വെച്ച് പുലർത്തിയെങ്കിൽ പോലും നിങ്ങൾ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടില്ല ഈ വ്യക്തി എന്നാണ്. അതായത് നമ്മളുടെ ചില ആളുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നാ വരുന്നിടത്ത് വെച്ച് കാണാം, അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം എന്നൊക്കെ പറയും. പക്ഷേ ഒരിക്കലും അത് മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ബന്ധമായിരിക്കില്ല. പക്ഷേ ഈഗോ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയണമെന്നൊക്കെ വിചാരിച്ചാൽ പോലും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥ. പിന്നെ എന്തിനാ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യം എന്നുള്ള ആ ഒരു മാറ്റുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കഴിഞ്ഞില്ലേ എല്ലാം, ഇനി എന്തിനാ പറയുന്നത് എന്നുള്ള ചിന്ത, അത്തരം കാര്യങ്ങൾ കൂടി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും പറയാതെ മൂടി വെച്ചിരുന്നു പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പോഴും അതെ മൂടി വയ്ക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ പിന്നെ നിങ്ങളുമായിട്ട് ലോങ് ടൈം ആയിട്ടുള്ള വളരെ ഹാർമണിയസ് ആയിട്ടുള്ള ഒരു സ്നേഹം കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്ന. കാർഡ് കണ്ടാൽ തന്നെ അറിയാം അല്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ്. അപ്പോൾ ഈ രീതിയിൽ കൊണ്ടുപോകണമെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ നിസ്സാര കാര്യങ്ങൾക്കാണോ പിണങ്ങിയതെന്ന് ആലോചിക്കുക. കാരണം എന്താ വെച്ചാൽ നിസ്സാര കാര്യമല്ല നമുക്കിവിടെ കാർഡ് എനർജി കിട്ടുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവരും എടുക്കുക, അല്ലാത്തവരും വിട്ടേക്കണം. കാരണം വെച്ചാൽ പിന്നെ എനിക്ക് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എനിക്കിങ്ങനെ പറയാൻ കഴിയുള്ളൂ. എത്ര പേർക്കാണ് ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുമെന്ന് അറിയില്ല. ഓക്കെ, ആവുന്നവരെടുക്കും. അപ്പോൾ ബ്ലിസ്ഫുൾ ആയിട്ടുള്ള പിന്നെ ഒരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് പ്രൊപ്പോസൽ നടക്കുക, അല്ലെങ്കിൽ ഫാമിലി ആയിരുന്നു, നിങ്ങൾ അകന്ന് ജീവിച്ചിരുന്നു കുറച്ച് കാലമെങ്കിലും, അല്ലെങ്കിൽ ബ്രേക്കപ്പിലായിരുന്നു എങ്കിലും അത് തിരിച്ചു വരുന്നു എന്നാണ്. എക്സ്ട്രാ മാരിറ്റിലാണെങ്കിലും അങ്ങനെ തന്നെ, അതാണ് കാർഡ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന എനർജി ഇതാണ്. അപ്പം നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ പിണക്കമോ അല്ലെങ്കിൽ പിന്നെ ബ്രേക്കപ്പ് സിറ്റുവേഷനോ വഴക്കോ എന്ത് തന്നെയാണെങ്കിലും ശരി, അതൊക്കെ ഒരു താൽക്കാലികം മാത്രമായിരുന്നു എന്നാണ് കാണിക്കുന്നത്. താൽക്കാലികമായിരുന്നു. ഇനി നമുക്കത് പിന്നെ അതിനെ റീയൂണിയൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു പുനരുജ്ജീവനം അതിൽ നടത്തി ഒരു നല്ല ജീവിതം കൊണ്ടുപോകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അത് ആൾ വിചാരിച്ചിരിക്കുന്നത്. ഹിയർഷി ആരായിരുന്നാലും നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണമെന്നും നല്ല രീതിയിൽ ജീവിതം വേണമെന്നും, അല്ലാതെ ഇങ്ങനെ തമ്മിത്തല്ലും വഴക്കുമായിട്ടല്ല, എപ്പോഴും ഒരു നല്ല ലൈഫ് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പക്ഷേ ചില സാഹചര്യങ്ങൾ അല്ലേ, അതെല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. സാഹചര്യങ്ങളിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു പോകും, വന്നു ഭവിക്കും. അങ്ങനെ വരുന്നതിനെ നമ്മൾ ബുദ്ധിപൂർവം വളരെ ക്ഷമയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മൾ 1 പറഞ്ഞ് 2 പറഞ്ഞ് 3 പറഞ്ഞ് അടിയാവുന്നതിനേക്കാൾ കുറച്ചും കൂടെ ക്ഷമ കാണിച്ചാൽ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് സൊല്യൂഷൻ കാണാൻ കഴിയും എന്നൊക്കെയാണ് നമുക്ക് ഇന്നത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പിന്നെ നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.